ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ സൂവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ സൂ തുറക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കയറി പോകുന്നത് മ്യൂസിയത്തിൻ്റെ ഗേറ്റ് വഴിയാണ് കേട്ടോ. മ്യൂസിയവും തുറന്നിട്ടില്ല. ആ പാർക്കിൽ കൂടെ മ്യൂസിയത്തിൻ്റെ പരിസരത്തുമായിട്ട് കറങ്ങി തിരിയാൻ വേണ്ടി പോവാണ്. സമയം 8 മണിയേ ആയിട്ടുള്ളെങ്കിലും പൊരി വെയിലായിരുന്നു. കറക്കമൊക്കെ കഴിഞ്ഞ് സൂവിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെറിയൊരു ക്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മോനുചേട്ടൻ നേരെ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. പെർ പേഴ്സൺ 20 രൂപ എന്തോ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൂവിൻ്റെ ഉള്ളിലോട്ട് കയറി. അതാണ് കേട്ടോ പോകാനുള്ള വഴി. നമുക്ക് ആദ്യം അപ്പം മങ്കീസിനെ കാണാം. മങ്കീസ് എന്തോ പൊന്നു, അത് മാഞ്ഞിയാണോ? ആണോ? പൊന്നൂസ്, കാട്ടുപോത്തിനെ കണ്ടോ പൊന്നൂസ്? എന്തോ പൊന്നു, ഉമ്മയാണോ? അതെന്തുവാണോ? മമ്മത്തിനകത്ത് കിടക്കുവാണോ? എങ്ങനെ വാ വിളിച്ചേ? എങ്ങനെ പൊന്നു അത് വാ ഒറ്റ കൂത്ത് മോനിച്ചിട്ടുണ്ട്.
പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല, ഇവിടെ ഒരുപാട് മരങ്ങളും ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നു കിടക്കുന്നു. റെസ്റ്റിങ്ങിലാണെന്ന് തോന്നുന്നു. ഒരാളേ ഉള്ളൂ. മുതലാണ് അത് വീണ്ടും നോക്കിയത്. അമ്മാരപ്പം മറ്റേ ടയറും പോക്കും ഉപയോഗിച്ച് നിൽക്കും. വിളിക്കണോ വേണ്ട? മോന് തണുത്തോളം വേണം. ഇന്ത്യ, നേപ്പാൾ, ഹിമാലയ ചിങ്കം ചിങ്കം അങ്ങോട്ട് നോക്കി കിടക്കുക. പോന്നോ അങ്ങോട്ട്? അത് വിശന്നിരിക്കുക. അതാ നോക്കുന്നു. ചിങ്കം ചിങ്കം എനിക്ക് നിന്നെ ഒന്നും കാണണ്ടടാന്നായിരിക്കും. അല്ലല്ല, ഒരു കുഴപ്പമില്ല. ഞങ്ങളിപ്പോ സൂ കറങ്ങിക്കൊണ്ട് ഇത്ര നേരം കാണിക്കുവായിരുന്നു. പരിക്ക് വരുമ്പോ വിളിച്ചാണ് കണ്ണൂർക്ക് വരാൻ പറഞ്ഞു. അപ്പച്ചി എങ്ങനെയാണോ കണ്ണൂർക്കാരൻ്റെ അപ്പച്ചിയാണോ പറയുന്നേ? ചിങ്കം എങ്ങനെ മോനെ? ഇവിടെ നോക്കി. എങ്ങനെ ചിങ്കം? എങ്ങനെ? വേണ്ട.
എന്തോ പൊന്നു അത്? അതെന്തുവാ? അതെന്തുവാ? എന്തുവാ? മൂങ്ങയോ? അവളുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായി. ഫോനോടെ ചാടിക്കും, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ, ഞാനൊരു 10 റൗണ്ട് ഓടാം. അങ്ങനെ കാണിച്ചേ. ഈ മരത്തിന്റെ പേരുണ്ടോ? നമുക്ക് മഴ തരുന്ന മരവാ. കണ്ടു പൊന്നു? പോയി. once more. എന്തിനെ പിടിച്ചാ നോക്കിയതൊക്കെ? ഇല്ലില്ല. എവിടെ? ആ അത് അങ്ങല്ലേ. എന്തിയടാ? ഓ ഹലോ ഹലോ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കുവോ? ദേ നോക്കി. അതെന്താ പൊന്നു? ഇതെന്താ പൊന്നു? താത്തയാന്നോ? ആഹോ, ഹിമാലയ കഴുകൻ, ബംഗാൾ കഴുകൻ. ഇതാണ് വെള്ളിമൂങ്ങ. എന്തേ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. കൂമൻ കൂമൻ. എന്തുവാടാ? അയ്യോ, അതിന്റെ കണ്ണ് കണ്ടോ? ഒട്ടകപ്പശിയല്ല, എന്തോ വൻതത്ത, കാട്ടുകോഴി, വെള്ളറിയ. വെള്ളറിയ ഇത്. വെളുത്തറിയായെ കണ്ടോ? കണ്ടോ പൊന്നു? വിളിച്ചേ. വൻതത്തയും കാട്ടുകോഴിയും ഉള്ളിൽ കയറി പാത്തിരിക്കുക. ഇവിടൊന്നും ഇല്ല, ഇവിടെങ്ങും ഒന്നും ഇല്ല അല്ലേ? പ്രാവ്. ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന തത്ത.
കാത്തിരുന്നു. ഇതിനുള്ളിലൊന്നും ഒന്നും ഇല്ലേ, എല്ലാരും പോയെന്ന് തോന്നുന്നു. ഇതോ ഇരിപ്പുണ്ട്. സൂ ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വളരെ പരിതാപകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാര്യമായിട്ട് മൃഗങ്ങളോ പക്ഷികളോ ഒന്നും തന്നെ അതിനകത്തില്ലായിരുന്നു. പല കൂടുകളും ശൂന്യമായിരുന്നു. അങ്ങനെ സൂ ഒക്കെ കണ്ടിറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് വേളി ബീച്ചിലോട്ടാണ്. ആ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.